ഹലോ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിചാരിക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള പാർട്ട് ടൈം ജോബിനെ പറ്റിയിട്ടാണ്. കാരണം ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം അന്വേഷിക്കുക പാർട്ട് ടൈം ജോബിനെ പറ്റിയിട്ടാണല്ലോ. ഇവിടെ എങ്ങനെയാണ് ജോലി കിട്ടാൻ എളുപ്പമാണോ, അതേപോലെ ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ, അങ്ങനെ പല ഡൗട്ടുകൾ പലർക്കും ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള എല്ലാവരുടെയും മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് വേണോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയ ഒരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജർമ്മൻ ഉണ്ടായാലേ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലെങ്കിലും പാർട്ട് ടൈം ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഉൾപ്പെടെ ഇവിടെ എനിക്കറിയുന്ന 10-35ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ഇവരാരും ജർമ്മൻ പഠിച്ചിട്ടല്ല വന്നത്, പക്ഷെ എല്ലാവർക്കും തന്നെ ഇവിടെ പാർട്ട് ടൈം ജോബ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി കിട്ടാൻ നമുക്ക് കിട്ടായികയൊന്നുമില്ല. പക്ഷേ ജർമ്മൻ അറിഞ്ഞു വരുമ്പം കിട്ടുന്നതും അല്ലാതെ കിട്ടുന്നതും തമ്മിൽ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടാവും. മറ്റേ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ നമുക്ക് ജർമ്മൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഹെൽപ്ഫുള്ളാണ് ഇവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ലാംഗ്വേജിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ സ്റ്റുഡൻസിന് ഇവിടെ പെർ വീക്ക് 20 മണിക്കൂറാണ് ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുക. ഒരു മണിക്കൂറിന് 8 മുതൽ 16 യൂറോ വരെയാണ് കിട്ടുക. അത് ഡിപ്പെൻസ് ആണ്. മോസ്റ്റ്ലി നമുക്കൊരു 12-16 ഇടയിൽ കിട്ടാറുണ്ട്. പക്ഷെ അതിനും കുറവായിട്ട് 8 യൂറോ ഒക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ റൂൾ പ്രകാരം ഒരു 10-12 എന്തായാലും കൊടുക്കണം എന്നാണ് ഇവിടുത്തത്. പിന്നെ നമുക്ക് എവിടേക്കാണ് പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക, എവിടേക്കാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ സ്റ്റുഡൻസ് നോക്കുന്നത് മെക്ഡി, KFC റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ ഈ ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നോക്കുക. അപ്പം നമ്മൾ മെക്ഡീനൊക്കെ സൈറ്റിൽ തന്നെ കയറിയിട്ട് നമുക്ക് അവിടെ ഈ ഓസ്ട്രേലിയയിൽ എത്ര മെക്ഡികൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് അത് സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ലൊക്കേഷൻ വൈസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല നമുക്ക് അവരുടെ നേരിട്ട് പോയിട്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് റെസ്യൂം കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് തന്നെ റെസ്യൂം കൊടുത്തിട്ട് നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ഈ റെസ്യൂം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും യൂറോപാസ് വഴിയാണ് റെസ്യൂം ഉണ്ടാക്കുക. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, നാട്ടിൽ നിന്ന് വരുമ്പോഴേ റെസ്യൂമിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വരണോ? ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളതിൽ നമ്മളെ കോൺടാക്ട് ഇൻഫർമേഷൻ വെക്കുന്നത് ഇവിടുത്തെ നമ്പറും ഇവിടുത്തെ അഡ്രസ്സുമാണ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്നേ അത് കോപ്പി എടുത്ത് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ജോലീൻ്റെ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓസ്ട്രേലിയൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഡബിൾ സാലറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് നോർമലി വർക്ക് ചെയ്യുകയാണെങ്കിൽ 12 മാസത്തെ സാലറിയാണ് കിട്ടുക അല്ലേ? പക്ഷേ ഇവിടെ ഓസ്ട്രിയയിൽ നമുക്ക് 14 മാസത്തെ സാലറി കിട്ടും. എങ്ങനെയാണെന്നല്ലേ, ജൂൺ നവംബർ മാസങ്ങളിൽ അവർ എക്സ്ട്രാ നമുക്ക് സാലറി തരും. അങ്ങനെ ടോട്ടൽ നമുക്ക് 14 മാസം സാലറി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമുക്ക് എക്സ്ട്രാ സാലറി കിട്ടുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഇവിടെ നമുക്ക് കിട്ടും. അപ്പം ഇത്രയൊക്കെയാണ് പാർട്ട് ടൈമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഓസ്ട്രേലിയയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാം. അതേപോലെ ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബൈ.